ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നിട്ട് നാളെ ഓണമല്ലേ. അപ്പം ബസ്സിനോ ഓട്ടോക്കോ പിടിച്ച് പോകണം ടൗണിലേക്ക്. അവിടുന്ന് ബസ്സിന് പോകണം. ഏട്ടൻ്റെ കൈക്ക് ചെറുതായിട്ട് പണി കിട്ടിയതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകേണ്ടി വരും. ഫുട്ബോൾ കളിക്കുമ്പം പന്ത് കൊണ്ട് ചെറുതായിട്ട് റിസ്റ്റിൻ്റെ അടുത്ത് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ടൗണിലേക്ക് പോയേനെ നോക്കാം. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകാന്നിട്ടാ. അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊരു വ്ളോഗ് കണക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടലില്ല. അപ്പം നാളെ എന്തായിട്ടും ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ എന്തായിട്ടും ഞാനിടും. അപ്പം അതെനിക്ക് എടുക്കണമെന്നുണ്ട് ഉണ്ടായിനി. അപ്പം കൂട്ടത്തിൽ ഇതും വേറൊരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നടക്കണം. ഏകദേശം എത്താനായി. എനിക്ക് സ്കൂട്ടിയിൽ പോയി എനിക്ക് ബസ്സിന് പോയപ്പോൾ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ബസ്സിൽ പോകണം. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ടൗണിലേക്ക് ബസ് കിട്ടിയില്ല, പകരം ഓട്ടോറിക്ഷയിലാണ് ഉണ്ടാവുന്നത് ടൗണിലേക്ക്. ഈ സ്ഥലത്ത് ബസ് ഇല്ല. വേഗം കേറൂന്നാ പറഞ്ഞേ. കുറച്ചിങ്ങോട്ട് ഇരിക്കും. അതിനിടയ്ക്ക് ഓട്ടോയിലൊരു അമ്മമ്മ കയറീനെ. അവർ മലയാളിയല്ല, തമിഴാണ്. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയെന്ന് കേട്ടോ. പിന്നെ അവിടെ നേരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരുടെ അടുത്ത് പോയേ. അവർ അടിപൊളിയാണ്, ഡ്രസ്സിൽ നന്നായിട്ട് തയ്പ്പിച്ചു തരും. ഞാൻ എന്ത് മോഡൽ പറഞ്ഞാലും അവർ നല്ല രീതിയിൽ തയ്പ്പിച്ചു തരും. പിന്നെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഏട്ടൻ വന്നു. ഞാനും ഏട്ടന് നേരെ ചായ കുടിക്കാൻ പോയിട്ടാ. എന്തായാലും വീട്ടിലെത്തുമ്പോൾ നമ്മൾ ലേറ്റാവും, കാരണം വണ്ടിയും കൂടിയുള്ള ബസ്സിന് കയറി പോകണം. പിന്നെ ഏട്ടന് ഓഫീസിൽ നിന്ന് ഇറങ്ങാനും എന്തായിട്ടും ലേറ്റാവും, ഓണമെല്ലായതുകൊണ്ട് കുറച്ച് അധികം സമയം ഇരിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു. ഒടുക്കത്ത മഴയായിരുന്നു, നല്ല മഴ. എങ്ങനെയല്ലോ ബസ്സിലേക്ക് കയറി, ചാടിക്കയറി. പിന്നെ ഞങ്ങൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു കേട്ടോ. അപ്പോഴേക്ക് മഴ ഏകദേശം കുറഞ്ഞിനെ. ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പയ്യന്നൂരെത്തിയിട്ട് ഞങ്ങൾ പൂ മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത് ബസ്സിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരിക്കണം. എന്താ പറയുക, ഒരു സ്പേസ് മൊത്തം പൂ മാത്രം വെക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പയ്യന്നൂർ ഇറങ്ങിയിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് പൂ മേടിക്കാൻ പോയിട്ടാ. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് രാത്രിയായല്ലോ, അപ്പം നല്ല തിരക്കുണ്ടായിന് പൂ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പൂവെല്ലാം മേടിച്ചിട്ട് ഞങ്ങളവിടുന്ന് ബസ്സില്ല കേട്ടോ. ഈ സമയത്ത് ബസ്സില്ല, കാരണം ബസ്സൊരു 7:45 7:50 ആ ഒരു ടൈമാണ് ലാസ്റ്റ് ബസ്. അപ്പോൾ ബസ് ഉണ്ടായിട്ടാ. പിന്നെ ഞങ്ങൾ നമുക്ക് വേണ്ട പൂവെല്ലാം മേടിച്ചിട്ട് നേരെ ഓട്ടോ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് പൂവിന് കുറച്ചും കൂടി വില കുറവായിരിക്കും, കാരണം ഉച്ചക്കും രാവിലെ ഉണ്ടായ ആ റേറ്റ് ആയിരിക്കില്ല. ഈ രാത്രിയിലാകുമ്പം പിറ്റേന്ന് ഓണമായല്ലോ, അപ്പോൾ രാത്രിയിലാകുമ്പോൾ എന്തായിട്ടും നല്ലോണം റേറ്റ് കുറച്ച് അവർ തരും. ഞങ്ങൾ എത്തിയത് ഈ ഒരു സമയത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് വിട്ടു. ബസ്സില്ലാത്ത സ്ഥിതിക്ക് ഓട്ടോയിൽ പോകണം. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമാണ്, ഒരു ഹാപ്പിനെസ്. പിന്നെ ഇവിടുന്ന് വീട്ടിലെത്തി. പിന്നെ അച്ഛൻ ഞങ്ങൾ കൊണ്ടുവന്ന പൂവെല്ലാം സെറ്റാക്കി വെക്കുകയെന്ന് കേട്ടോ. ഓൾറെഡി അച്ഛൻ മേടിച്ചിട്ടുണ്ടായിന്. അച്ഛൻ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും മേടിച്ചതും കൂടെ സെറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ വരുന്നതുകൊണ്ട് ചിക്കനൊക്കെ ആക്കി തന്നിന് അമ്മ സ്പെഷ്യൽ. അമ്മേൻ്റെ അല്ല, അച്ഛൻ്റെ കുക്കിങ്ങാണ് ഉണ്ടായത്. അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ അമ്മ നാളത്തേക്ക് വേണ്ട കുറച്ച് കറികളെല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ. ഈ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ പോയിട്ട് ചുമ്മാ വീഡിയോ എടുത്തു. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ വെച്ചോളൂ, അമ്മക്ക് വെക്കണം എന്ന് ആഗ്രഹം. അതിന് മുന്നേ എന്നോടാണ് പറഞ്ഞത് നീ ഓലം വെക്കണമെന്ന്. പിന്നെ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അതിനിടയിൽ ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്തെല്ലാം പോയിരുന്നു. അച്ഛനാണെങ്കിൽ ഭയങ്കര പച്ചക്കറി മുറിക്കുന്ന തിരക്കിലാണ് ഉണ്ടായത്. അച്ഛൻ ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ. പച്ചക്കറിയിൽ അരിയാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് പച്ചക്കറി അരിയുക. എന്തും ലെഫ്റ്റ് ഹാൻഡാണ്. വിറക് കൊത്തണോ ലെഫ്റ്റ് ഹാൻഡ്, പച്ചക്കറി അരിയണോ ലെഫ്റ്റ് ഹാൻഡ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അമ്മ ആണെങ്കിൽ ഭയങ്കര ബിസിയാണ് കുക്കിങ്ങിൽ.
പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നേ. ഓള് വർക്കെല്ലാം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഉറക്ക ക്ഷീണം. അതുകൊണ്ട് ഓള് നേരത്തെ കിടന്നുറങ്ങിയിട്ടാ. ഞാനിവിടെ പുറത്തിരിക്കുകയാണ്. എല്ലാവരും അകത്ത് അവരുടേതായ ബിസിയിലാണ്. വേറൊന്നുമല്ല, നാളത്തേക്ക് വേണ്ട കറികളും പച്ചക്കറിയെല്ലാം അരിയുന്നു. നാളെ ഓണാണല്ലോ. എല്ലാ കറികളും അല്ല, ഈ പച്ചടി പോലത്തെ ഐറ്റംസിൽ നമുക്ക് തലേന്നാക്കി വെക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുകയെന്ന്. പിന്നെന്താ, നാളെ ഓണമാണ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. അടിച്ച് പൊളിക്കുക. പിന്നെന്താ, ഞാൻ നാളെ ഓണായതുകൊണ്ട് എന്തായാലും ഒരു വ്ലോഗ് എടുക്കണം എൻ്റെ മൈൻഡിൽ അന്നേ ഉണ്ടായിനി. ഓണത്തിന് എനിക്ക് എന്തായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴും കുറച്ച് കണ്ട് വീഡിയോ ഇടലും ഇല്ല. എനിക്ക് എന്താ അറിയില്ല, ഞാൻ വീഡിയോ ഇടലില്ല. അപ്പം നാളെ എന്തായാലും എനിക്ക് ഓണത്തിൻ്റെ വീഡിയോ എടുക്കണം. പിന്നെന്താ, ഒരിക്കൽ കൂടിയും എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണം അടിച്ച് പൊളിക്കുക. പിന്നെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം നാളെ നമുക്ക് ഒരു ഓണം വ്ലോഗായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.